പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. തേജസ് MK1, തേജസ് MK2, AMCA MK1 എന്നിങ്ങനെ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന എല്ലാ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിലും അമേരിക്കൻ ജെറ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. തേജസ് MK1ൽ GE F404 എഞ്ചിനും തേജസ് MK2, AMCA MK1 എന്നിവയിൽ GE F414 എഞ്ചിനുമാണ് ഉപയോഗിക്കുന്നത്. തേജസ് MK1Aയ്ക്ക് വേണ്ടി ഇന്ത്യ ഓർഡർ ചെയ്ത 99 F404 എഞ്ചിനുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇതുവരെയും ഡെലിവർ ചെയ്തത്. തേജസ് MK1 പ്രോഗ്രാം തന്നെ ഇതുമൂലം വളരെയധികം ഡിലേ ആയിരിക്കുകയാണ്. 97 F404 എഞ്ചിനുകൾ കൂടി വാങ്ങുവാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. F404 എഞ്ചിനുകൾ ഡിലേ ആയതിന് കാരണം സപ്ലൈ ചെയിൻ ഇഷ്യൂ ആണെന്നാണ് GE പറയുന്നത്. GE F404IN20 എന്ന ഒരു എഞ്ചിൻ വേരിയന്റ് ആണ് തേജസിൽ ഉപയോഗിക്കുന്നത്. ഈ എഞ്ചിൻ വേരിയന്റ് മറ്റൊരു എയർക്രാഫ്റ്റിലും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ നിർമ്മാണം GE അവസാനിപ്പിച്ചിരുന്നു. HALന്റെ ഓർഡർ ലഭിച്ചപ്പോൾ മാത്രമാണ് ഇതിന്റെ നിർമ്മാണം പുനരാരംഭിച്ചത്. അതുകൊണ്ട് തന്നെ GE പറയുന്നതിലും കാര്യമുണ്ട്. എന്നാൽ നിലവിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ അമേരിക്ക എഞ്ചിൻ ഡെലിവറി മനഃപൂർവ്വം ഡിലേ ആക്കുകയാണോ എന്നും സംശയമുണ്ട്. അമേരിക്ക ഇന്ത്യയുടെ ഫൈറ്റർ പ്രോഗ്രാമുകളെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. അമേരിക്കയുടെ ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കിതിന് സാധിക്കും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. ഇന്ത്യയുടെ മേൽ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തേജസ് MK2, AMCA MK1 എന്നിവയ്ക്ക് വേണ്ടി അമേരിക്കയുടെ F414 എഞ്ചിനെയാണ് ഇന്ത്യ സെലക്ട് ചെയ്തത്. F414 എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള കരാർ ഇതുവരെയും സൈൻ ചെയ്തിട്ടുമില്ല. ഇതും ഡിലേ ആകുവാനാണ് സാധ്യത. ഇന്ത്യൻ ഫൈറ്റർ പ്രോഗ്രാമുകളെ അട്ടിമറിക്കുവാൻ ജെറ്റ് എഞ്ചിൻ ഡീലുകളിലൂടെ അമേരിക്കയ്ക്ക് പവർ ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബന്ധം നല്ല നിലയിൽ തുടർന്നപ്പോൾ പോലും ഈ സംശയങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ നിന്നും തന്നെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ വന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഉപദേഷ്ടാവാണ് പീറ്റർ നൊവാരോ. ഇന്ത്യയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് നൊവാരോ. ഇന്ത്യയെ അവസരവാദി എന്നാണ് നൊവാരോ വിശേഷിപ്പിച്ചത്. റഷ്യയിൽ നിന്നും പെട്രോളിയം പ്രോഡക്ട്സ് വാങ്ങിച്ചതിനെ ചൊല്ലിയാണ് നൊവാരോ ഇങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നൊവാരോ നടത്തിയത് ഇങ്ങനെയാണ്: ഇന്ത്യ അമേരിക്കൻ കമ്പനികളിൽ നിന്നും വളരെ അഡ്വാൻസ്ഡ് ആയ മിലിറ്ററി ടെക്നോളജി ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത്തരം ടെക്നോളജി ട്രാൻസ്ഫർ അമേരിക്കയെ സംബന്ധിച്ച് റിസ്കിയാണ്. കാരണം ഇന്ത്യ റഷ്യയോടും ചൈനയോടും അടുക്കുകയാണ്. ഇന്ത്യ വഴി ഈ ടെക്നോളജികൾ അവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അമേരിക്കയ്ക്കുള്ള അറിവ് പരിമിതമാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ വഴി ചൈനയ്ക്ക് ടെക്നോളജി ലഭിക്കുമെന്ന് പീറ്റർ നവാരോ ഒരിക്കലും പറയുകയില്ല. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇന്ത്യക്ക് ജെറ്റ് എഞ്ചിൻ നൽകുന്നത് തടയുവാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യയുടെ സ്വന്തം ഫൈറ്റർ പ്രോഗ്രാമുകൾ അട്ടിമറിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നും തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും ഓപ്പണായി ഇത്തരം കാര്യങ്ങൾ പറയുകയില്ല. ഇനി ഒരു പക്ഷേ അമേരിക്ക GE F414 ഡീൽ സൈൻ ചെയ്ത് 80% മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇന്ത്യക്ക് കൈമാറിയാൽ പോലും അമേരിക്കയുടെ കൈവശമുള്ള 20% ടെക്നോളജി ഉപയോഗിച്ച് ഭാവിയിൽ ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുവാനും അവർക്ക് സാധിക്കും. തേജസ് MK2വിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ തേജസ് MK2 ഡിലേ ആയി കഴിഞ്ഞു. അമേരിക്ക എഞ്ചിനുകൾ നൽകാത്ത ഒരു അവസ്ഥയുണ്ടായാൽ ഇന്ത്യയുടെ ഫൈറ്റർ പ്രോഗ്രാമുകൾ നിലച്ചു പോകും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ എഞ്ചിനുകൾക്ക് പകരം മറ്റെഞ്ചിനുകൾ ഇന്ത്യ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു എയർക്രാഫ്റ്റിന്റെ എഞ്ചിനെ മാറ്റി മറ്റൊരു എഞ്ചിൻ ഉപയോഗിക്കുക എന്നതൊരു ചെറിയ കാര്യമല്ല. എഞ്ചിൻ കമ്പാർട്ട്മെന്റ് മുതൽ എയർ ഫ്രെയിം റീഡിസൈൻ വരെ ഒരുപക്ഷെ ചെയ്യേണ്ടതായി വരും. ഏതാനും വർഷങ്ങൾ തന്നെ ഇതിനായി വേണ്ടിവരും. എന്നാൽ അമേരിക്കയുടെ പ്രഷർ ടാക്ടിക്സിൽ നിന്നും അട്ടിമറി ഭീഷണിയിൽ നിന്നും ഇന്ത്യക്ക് രക്ഷപ്പെടാൻ ഇതുവഴി സാധിക്കും. അതുപോലെ തന്നെ തേജസ് MK2വിന്റെ നിർമ്മാണം പകുതി വഴിയിൽ നിലച്ചു പോകുന്നതിലും നല്ലതാണ് ഏതാനും വർഷത്തെ ഡിലേ. ഇത്തരമൊരു നീക്കം HAL നടത്തുവാൻ സാധ്യതയില്ല എന്നത് മറ്റൊരു കാര്യം. നിലവിൽ GE F414 എഞ്ചിനുകൾ ഉപയോഗിച്ചുള്ള ഡെവലപ്മെന്റ് തുടരുകയും അതേസമയം തന്നെ മറ്റൊരു എഞ്ചിനെ ബേസ് ചെയ്ത് തേജസ് MK2വിന്റെ ഒരു വേരിയന്റ് നിർമ്മിക്കുകയും ചെയ്താൽ അട്ടിമറി ഭീഷണി ഒരു പരിധി വരെ ഒഴിവാക്കാം. എന്നാൽ ഇത് വളരെയധികം പണച്ചെലവുള്ള ഒരു കാര്യം കൂടിയാണ്. ആൾട്ടർനേറ്റീവ് എഞ്ചിനുകളെ കുറിച്ച് പറഞ്ഞാൽ കാവേരി എഞ്ചിനിൽ ഫ്രഞ്ച് സഫ്രാന്റെ M88 എഞ്ചിന്റെ കോർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ കാവേരി വേരിയന്റ് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാമെന്ന് സഫ്രാൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അറിയിച്ചിരുന്നു. ഇത്തരമൊരു എഞ്ചിൻ തേജസിൽ ഉപയോഗിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. സഫ്രാൻ ഇത്തരമൊരു ഓഫർ നൽകിയപ്പോൾ തന്നെ ഇന്ത്യ അത് പരീക്ഷിച്ചു നോക്കേണ്ടതായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. തേജസിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത ജെറ്റ് എഞ്ചിനാണ് കാവേരി. അതുകൊണ്ട് കാവേരിയേക്കാൾ നല്ല ഒരു എഞ്ചിൻ തേജസിന് വേറെ ലഭിക്കുവാൻ ഇടയില്ല. അതുപോലെ തന്നെ റഷ്യയുടെ RD-33 എഞ്ചിന്റെ പുതിയ വേരിയന്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ MiG-29ൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ RD-33 ആണ്. അതിന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് റഷ്യ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തത്. RD-33 എഞ്ചിന്റെ ഒരു വേരിയന്റ് തേജസിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാവുന്നതാണ്. തേജസ് MK2വിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി സഫ്രാന്റെ M88 എഞ്ചിന്റെ ഒരു വേരിയന്റ് വേണമെങ്കിൽ നമുക്ക് ഫ്രാൻസിൽ നിന്നും വാങ്ങാവുന്നതാണ്. അമേരിക്കയേക്കാൾ റിലയബിളായ ഒരു പാർട്ണറാണ് ഫ്രാൻസ്.
M88 എഞ്ചിന് വേണ്ടി തേജസ് MK2വിനെ റീഡിസൈൻ ചെയ്യേണ്ടതായി വരും. അത് വളരെയധികം സമയമെടുക്കുകയും ചെയ്യും. തേജസ് MK2വിന് വേണ്ടി M88 ഉപയോഗിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സ് നിർമ്മിക്കുന്ന EJ200. യൂറോ ഫൈറ്റർ ടൈഫൂണിൽ ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിനാണ് EJ200. സത്യത്തിൽ EJ200നെയാണ് ഇന്ത്യ തേജസിന് വേണ്ടി തിരഞ്ഞെടുത്തത്. എന്നാൽ GEF404ന്റെ കുറഞ്ഞ വിലയാണ് അതിനെ തിരഞ്ഞെടുക്കുവാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. EJ200 GEF414നേക്കാൾ അഡ്വാൻസ്ഡ് ആയ ഒരു എഞ്ചിൻ കൂടിയാണ്. ഇത്തരത്തിൽ ഇന്ത്യക്ക് മുന്നിൽ ധാരാളം ഓപ്ഷനുകൾ ഉണ്ട്. ഇവയ്ക്ക് തീർച്ചയായും വളരെയധികം പണച്ചെലവുമുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നം ഇന്ത്യക്ക് മുന്നിൽ സമയമില്ല എന്നതാണ്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി നേരിടുവാൻ ഇന്ത്യൻ എയർഫോഴ്സിന് കൂടുതൽ എയർക്രാഫ്റ്റുകൾ ആവശ്യമുണ്ട്. 36 റാഫേലുകൾ ഒഴിച്ചാൽ മറ്റുള്ള എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ വളരെ പഴയ എയർക്രാഫ്റ്റുകളാണ്. ഇവയെ റീപ്ലേസ് ചെയ്യുവാനുള്ള സമയവും അടുത്തു വരികയാണ്. ജിയോ പൊളിറ്റിക്സ്, ടെക്നോളജി എന്നിവയെല്ലാം കണക്കിലെടുത്താൽ ഏറ്റവും നല്ല ചോയ്സ് ഫ്രാൻസ് തന്നെയാണ്. സ്വതന്ത്രമായ ഒരു വിദേശ നയം പിന്തുടരുന്ന രാജ്യമാണ് ഫ്രാൻസ്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്ന രാജ്യവുമാണ് ഫ്രാൻസ്. AMCAക്ക് വേണ്ടി 120 കിലോ ന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിനായി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പാർട്ണറായി സെലക്ട് ചെയ്തിരിക്കുന്നത് സഫ്രാനെയാണ്. അതുപോലെ തന്നെ 114 റാഫേൽ എയർക്രാഫ്റ്റുകൾ കൂടി വാങ്ങുന്നതിന് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ഗവൺമെന്റിന് മുന്നിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഡീൽ യാഥാർത്ഥ്യമായാൽ M88 എഞ്ചിൻ കൂടി ഇന്ത്യയിൽ നിർമ്മിക്കുവാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. ഇത്തരത്തിൽ പൂർണ്ണ തോതിലുള്ള സഹകരണം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുണ്ടാകും. അമേരിക്കയെ പോലെ വളരെ വലിയ ഡിഫൻസ് മാർക്കറ്റ് ഫ്രാൻസിനില്ല. അവരുടെ ഫ്യൂച്ചർ ടെക്നോളജി ഡെവലപ്മെന്റിന് പണം ആവശ്യമാണ്. ഇന്ത്യയുമായി സഹകരിക്കുന്നതിൽ നിന്നും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ്, എഞ്ചിൻ എന്നിവയൊക്കെ നിർമ്മിക്കുന്നതിനുള്ള പണം കണ്ടെത്തുവാൻ ഫ്രാൻസിന് കഴിയും. അവരുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഇത് ഗുണകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രോഗ്രാമുകളെ അട്ടിമറിക്കുവാൻ ഫ്രാൻസ് ശ്രമിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. റഷ്യയും ഏറെക്കുറെ സമാന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഫ്രാൻസിനേക്കാൾ താഴ്ന്ന സാമ്പത്തിക നിലയിലാണ് റഷ്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ക്രിട്ടിക്കൽ ടെക്നോളജി ഷെയർ ചെയ്യുവാൻ റഷ്യ തയ്യാറാണ്. റഷ്യയുടെ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി വെസ്റ്റേൺ ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയെ വെച്ച് നോക്കുമ്പോൾ പുറകിലാണ്. എന്നാൽ സുഗോയ് 57 വേണ്ടി ഡെവലപ്പ് ചെയ്ത AL51 എഞ്ചിൻ ടെക്നോളജി വെസ്റ്റേൺ ടെക്നോളജികളോട് കിടപിടിക്കുന്നതാണ്. ഈ ടെക്നോളജി ഉപയോഗിച്ച് റഷ്യ പഴയ ജെറ്റ് എഞ്ചിനുകളെ അപ്ഗ്രേഡ് ചെയ്യുന്നുമുണ്ട്. അമേരിക്കൻ ജെറ്റ് എഞ്ചിനുകളിലേക്ക് തിരിച്ചു വന്നാൽ അമേരിക്ക ഇന്ത്യയുടെ ഫൈറ്റർ പ്രോഗ്രാമുകളെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയില്ല എന്ന് നമുക്ക് കരുതാം. കാരണം ഇത് ഡിഫൻസ് മാർക്കറ്റിൽ അമേരിക്കൻ വെപ്പൺസിന്റെ ക്രെഡിബിലിറ്റി തീർച്ചയായും കുറയ്ക്കും. മറ്റ് രാജ്യങ്ങൾ ഇത് നോട്ട് ചെയ്യുകയും ഇത്തരം അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുകയും അവർ അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഒഴിവാക്കുവാനും സാധ്യതയുണ്ട്. അമേരിക്ക ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് കരുതാം. എന്നിരുന്നാലും മറ്റ് മാർഗങ്ങൾ കൂടി ഇന്ത്യ ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ്.